തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ സിപിഎമ്മിനെയും പാർട്ടിയുടെ സമുന്നത നേതാക്കളെയും വേട്ടയാടാനുള്ള ഇഡി നീക്കം ജനാധിപത്യ മര്യാദകളുടെ സർവ്വപരിധികളും ലംഘിക്കുന്നതാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇഡി വേട്ട വിലപ്പോവില്ല, ഇത് തീക്കളിയെന്നും സിപിഐഎം രാഷ്ട്രീയമായും നിയമപരമായും കള്ളക്കേസുകളെ നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരെ രാഷ്ട്രീയപരമായ ഗൂഢലക്ഷ്യത്തോടെയാണ് ഇഡി പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത്. പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ഇവർ കരുവന്നൂർ ബാങ്കിലെ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനും ബാങ്കിനെ രക്ഷിച്ചെടുക്കാനും ശ്രമിച്ചവരാണ്. ഇവർക്കെതിരായ കേസ് കോടതിയിൽ തള്ളിപ്പോകുമെന്ന് ഉറപ്പാണെന്നിരിക്കെ RSS താൽപര്യം സംരക്ഷിച്ച് പാർട്ടിയും നേതാക്കളെയും അധിക്ഷേപിക്കാനാണ് പ്രതിപട്ടികയിൽ പേര് ചേർത്തതെന്നും CPIM വ്യക്തമാക്കുന്നു. ഇഡിയുടേത് തീക്കളിയാണെന്ന് ഓർമ്മ വേണമെന്നും രാഷ്ട്രീയ താൽപര്യങ്ങളോടൊപ്പം സംസ്ഥാന വിജിലൻസ് ED ഉദ്യോഗസ്ഥരുടെ അഴിമതി കൈയോടെ പിടികൂടിയതിന്റെ വിരോധവും ഇതിന് പിന്നിലുണ്ടെന്നും CPIM പ്രതികരിച്ചു. RSS BJP യജമാനന്മാരുടെ കിങ്കരന്മാരായി ഇറങ്ങി ജനങ്ങളുടെ പിന്തുണയോടെ വളർന്ന നേതാക്കളെ വീഴ്ത്തിക്കളയാമെന്നാണ് ഇഡിയുടെ മോഹം. ആരെയും വേട്ടയാടാമെന്നും BJPയുടെ കരുക്കളായ ED ഉദ്യോഗസ്ഥർ കരുതുന്നെങ്കിൽ അവരെ കേരളത്തിന്റെ ചരിത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളതെന്നും CPIM പറഞ്ഞു. പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ തകർക്കാനാണ് കള്ളക്കേസുകൾ വഴി കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായും നിയമപരമായും കള്ളക്കേസുകളെ നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.